കണ്ണൂരിൽ ബോംബ് സ്ഫോടനം നടന്നെങ്കിൽ ആ ബോംബ് സ്ഫോടനത്തിൽ ആരാണ് അതിൻ്റെ ഭാഗവാക്കാകുന്നത് എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉൽപ്പാദകർ ആരാണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. CPM ആണ് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഖ്യമായ നേതൃത്വം കൊടുക്കുന്നു അവർ തന്നെയാണ്. അവരെ ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ഇന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്നു. അതുപോലെ ഇനിയും പ്രസക്തമായ ഇനിയും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു സംശയം ആർക്കും വേണ്ട, CPM തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടി ഇന്ന് UDFനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ UDFനെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടക്കുന്നു എങ്കിലും അതൊരിക്കലും ഒരു പ്രസക്തമായ ഭാഗമായി മാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾ UDF എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു ടീം വർക്കോടുകൂടി ഞങ്ങളുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ തീർച്ചയായിട്ടും UDFന് വരാൻ പോകുന്ന പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിനുശേഷം നടക്കാൻ പോകുന്ന 26-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഞങ്ങൾ അധികാരത്തിൽ കടന്നു വരുമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. അത് വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പ് നടപടികളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സംരക്ഷണം ഒരുക്കുമെന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഒരാൾക്ക് മാത്രം എന്താണ് ഈ പ്രസക്തി? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം മാത്രമേ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതേസമയം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നിരവധി ആളുകൾ ആ സഭയിൽ ഇരിക്കുകയാണ്. ആ സഭയിൽ ട്രഷറി ബെഞ്ചിൽ അപ്പുറത്തിരിപ്പുണ്ട്. അവരുടെ കാര്യം ഒന്നും നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുകയാണ് എന്ന് ദയവായി നിങ്ങൾ കാണരുത്. പക്ഷേ ഇത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ പ്രവേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്കും അതുപോലെ അവകാശമുണ്ട് എന്നുള്ള പ്രസക്തിയായിട്ടാണല്ലോ ഇന്ന് അവർ സഭയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവർ സഭയിൽ ഇരിക്കുമ്പോൾ ഒരാളിനെ മാത്രം, ഒരു ചെറുപ്പക്കാരനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ല, ഇത്ര ഒരു ആരോപണം വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉചിതമായ ഒരു തീരുമാനമാണ് എടുത്തത്. ആ ഉചിതമായ തീരുമാനം ഞങ്ങൾ ആ ചെറുപ്പക്കാരൻ വഹിച്ചിരുന്ന സ്ഥാനം, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോട് അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ രാഹുൽ അപ്പോൾ തന്നെ രാജി നൽകുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്, അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി ഗോവിന്ദൻ മാസ്റ്റർ പലതും പറയുന്നുണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് കേട്ട് ഞങ്ങളുടെ പ്രവർത്തനമായി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോയില്ല. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമല്ല കോൺഗ്രസോ UDFോ മുമ്പോട്ട് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവർക്കും നീതി ഒരുപോലാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വല്ലതും എടുത്തോ? കേസൊന്നും എടുത്തില്ലല്ലോ. അല്ലല്ല ഞാൻ പറയട്ടെ, ഞങ്ങൾ ഒരു തീരുമാനം, ഞങ്ങൾ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് മാറി നിൽക്കണമെന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അത് ശരിയാണ്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ഞാൻ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു പരാതിയുണ്ടോ? പരാതിയാവുന്നുമില്ല. പരാതി ഇല്ലാതെ അല്ലെങ്കിൽ കേസുകൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് കേസെടുക്കുന്നത്? കേസെടുക്കട്ടെ, കേസെടുക്കുന്നതിന് അവിടെ വെച്ച് കണ്ടാൽ പോരെ. ഞാൻ കഴമ്പില്ല എന്ന് പറയും, അത് തന്നെ പറയും. കാരണം ഇതുപോലെ ഒത്തിരി
അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പാവപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ എല്ലാവരും അംഗീകരിച്ചിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പോലും അപവാദ പ്രചരണത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ. അവർ നടത്തിയ സമരങ്ങളൊക്കെ നിങ്ങൾ മറന്നുപോയി കാണില്ല എന്ന് ഞാൻ കരുതുകയാണ്.